അപ്പോൾ പ്രിയമുള്ളവരെ, കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ ഇങ്ങനെ രണ്ടാമതും പാർട്ടിയുടെ അഭ്യർത്ഥന മാനിച്ച് പൊതുപ്രസ്താവനകൾ ഞാൻ താൽക്കാലികമായി അവസാനിപ്പിച്ചതായിരുന്നു. അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷമേ പ്രതികരിക്കൂ എന്ന് ജനങ്ങളോടും പ്രത്യേകിച്ച് സഖാക്കളോടും പാർട്ടിയോടും വാക്ക് നൽകിയതായിരുന്നു. പാർട്ടിയുടെ അഭ്യർത്ഥന മാനിക്കുന്നതോടൊപ്പം പാർട്ടിയുടെ അഭ്യർത്ഥനയിൽ പറഞ്ഞിരുന്നത് അൻവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഗൗരവമായി പാർട്ടി പരിശോധിക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ പരിശോധനയ്ക്ക് വിധേയമായി ഉള്ള തീരുമാനങ്ങളുണ്ടാകും. അതുപോലെ തന്നെ കേസിൻ്റെ കാര്യത്തിൽ സത്യസന്ധമായ അന്വേഷണം നടക്കും. ആ സ്റ്റേറ്റ്മെൻറ്റ് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ആ കാര്യത്തിൽ പാർട്ടിയുടെ നിർദ്ദേശം മാനിച്ചത്. പക്ഷേ കേസ് അന്വേഷണം കൃത്യമായല്ല നടക്കുന്നത് എന്ന് എനിക്ക് ബോധ്യപ്പെടുകയാണ്. അന്വേഷണ രീതിയുടെ അടിസ്ഥാനത്തിൽ ഒന്ന്, മരമുറിയുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷിക്കുന്ന രീതി വളരെ പരിതാപകരമാണ്. കാരണം ഇതിൽ മരം ലേലത്തിലെടുത്ത കുഞ്ഞുമുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയുമായി ഞാൻ ബന്ധപ്പെടുകയും അദ്ദേഹത്തിനോട് സ്റ്റേറ്റ്മെൻ്റ് എടുക്കുകയും സ്റ്റേറ്റ്മെൻ്റ് എടുത്തതിന് ശേഷം അദ്ദേഹം മുറിച്ച മരത്തിൻ്റെ മരക്കുറ്റിയുടെ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു. ആ ഫോട്ടോ കാണിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്ക് ഫോട്ടോയിൽ നിന്ന് മരത്തിൻ്റെ കുറ്റി മനസ്സിലാക്കാൻ സാധിക്കില്ല. 1 കിലോമീറ്റർ SP ഓഫീസിൽ നിന്ന് 1 കിലോമീറ്റർ അപ്പുറത്താണ് ഈ ക്യാമ്പ് ഓഫീസുള്ളത്. എന്നെ നേരിൽ കൊണ്ടുപോയാൽ ഞാൻ മുറിച്ച മരത്തിൻ്റെ കുറ്റി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അതിന് പോലീസ് ഇന്നേ വരെ തയ്യാറായിട്ടില്ല. തൊട്ടടുത്ത അയൽവാസി വീടുകളിൽ പോയി ഇത് മുമ്പുള്ള SP മുറിച്ചതാണ് എന്ന് പറയണമെന്ന് പറഞ്ഞതായിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ അവരുടെ ഇൻ്റർവ്യൂ നിങ്ങളാരെ പുറത്തു വിട്ടതായിരുന്നു. അതൊരു ഭാഗം. രണ്ടാമത്, ബഹുമാനപ്പെട്ട IG-യോട് എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് 188ഓളം കേസുകൾ, ഗോൾഡ് സ്മഗ്ലിംഗ് കേസുകളാണ് കരിപ്പൂർ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിലും നിങ്ങളത് കേട്ടിരിക്കും. ഞാൻ IG-യോട് പറഞ്ഞത്, ഈ 188 കേസിൽ ഒരു 25 ആളുകളെങ്കിലും കാരിയേഴ്സിനെ നിങ്ങൾ പോയി കണ്ട് അവരോട് അന്വേഷിച്ചാൽ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരും. എയർപോർട്ടിന് പുറത്ത് വെച്ച് എവിടുന്നാണ് ഗോൾഡ് പിടിച്ചതിന് ശേഷം എന്താണ് സംഭവിച്ചത്, പിന്നീട് ആ വാഹനത്തിൽ കയറ്റി എങ്ങോട്ടാണ് കൊണ്ടുപോയത്, എവിടെ വെച്ചാണ് അവരെ ചോദ്യം ചെയ്തത്, എവിടെ വെച്ചാണ് ഇത് തൂക്കിയത്, ആരാണ് ഇതിന് സാക്ഷി നിന്നത്, ഏത് തട്ടാൻ്റെ അടുത്താണ് ഇത് ഉരുക്കിയെടുത്തത്, എപ്പോഴാണ് കോടതിയിൽ ഹാജരാക്കിയത്, ഈ കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചാൽ കൃത്യമായും വിവരം കിട്ടുമെന്ന് പറഞ്ഞു. ഈ നിമിഷം വരെ അങ്ങനെ ആരുമെങ്കിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു അന്വേഷണം നടത്തിയതായിട്ട് എനിക്കറിവില്ല. അവസാനം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മിനിഞ്ഞാന്ന് എടവണ്ണ പോലീസ് റിദാൻ വധക്കേസ്, ഞാൻ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലെ ഏറ്റവും പ്രബലമായ പരാതി റിദാൻ വധക്കേസായിരുന്നു. ആ റിദാൻ വധക്കേസ് ഈ പറയുന്ന അന്വേഷണ സംഘത്തിൻ്റെ SITയുടെ അന്വേഷണ പരിധിയിലാണ്. അതിൻ്റെ സ്വകാര്യമായിട്ടുള്ള അന്വേഷണങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനെ മറികടക്കാൻ എടവണ്ണ പോലീസ് ചാർജ് ഷീറ്റ് കൊടുത്ത് മഞ്ചേരി ജില്ലാ കോടതിയിൽ വിചാരണ ആരംഭിക്കാൻ നിൽക്കുന്ന ഡേറ്റ് ഫിക്സ് ചെയ്ത റിദാൻ വധക്കേസ് 3 ദിവസം മുമ്പ് എടവണ്ണ പോലീസ് ഒരു പെറ്റീഷൻ കോടതി കൊടുക്കുകയാണ്. എന്താണ് പെറ്റീഷൻ? റിദാൻ വധക്കേസിലെ ഏറ്റവും നിർണായകമായ തെളിവുകൾ ഉണ്ടായിരുന്നത് റിദാൻ്റെ ഫോണിലാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ ഫോൺ തട്ടിയെടുക്കാൻ വന്നവരാണ് റിദാനെ കൊന്നത് എന്നാണ് പൊതുവായിട്ടുള്ള സംശയം എന്ന് ഞാൻ പരാതിയിൽ സൂചിപ്പിച്ചിരുന്നു. ആ ഫോണിനെ കുറിച്ച് ചില വ്യക്തമായ സൂചനകൾ പോലീസ് കൊടുത്ത്, ഞാൻ ആ ഡോക്യുമെൻ്റ് ഞങ്ങൾക്ക് നൽകുന്നുണ്ട്, കോടതി കൊടുത്ത് വ്യക്തമായ സൂചനകൾ ലഭ്യമായതുകൊണ്ട് വിചാരണ നിർത്തിവെച്ച് വീണ്ടും പുനരന്വേഷണം എടവണ്ണ പോലീസിന് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് റിക്വസ്റ്റ്. എന്ന് പറഞ്ഞാൽ പാർട്ടി എന്നിൽ നിന്ന് സത്യസന്ധമായി ഈ അന്വേഷണം നടക്കുമെന്ന പാർട്ടി എനിക്ക് നൽകിയ ഉറപ്പ് പാടെ ലംഘിച്ചു പോവുകയാണ്.